ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്ക വരട്ടിയതാണ്. അതിനായിട്ട് വേണ്ടത് നല്ല പഴുത്ത ചക്ക, പിന്നെ ശർക്കര ഉരുക്കിയത്, ഏലക്കായ അല്ലെങ്കിൽ ഏലക്കായുടെ എസൻസ്, പിന്നെ നെയ്യ്. ഞാനിവിടെ വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരുവും നാരുമൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഇതൊരു മിക്സിയിലേക്ക് ഇട്ട് വെള്ളം ചേർക്കാതെ നമുക്കിത് അരച്ചെടുക്കാം. അരയണില്ലാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുക്കാം. ഞാൻ വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തത്, അതുകൊണ്ട് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുത്ത് വയ്ക്കാം. അതിനുശേഷം ഒരു ഉരുളി സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഏലക്കായ പൊടിച്ചത് അല്ലെങ്കിൽ ഏലക്കായുടെ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് ഇനി ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ഇത് നന്നായിട്ട് വരട്ടിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചക്ക കിട്ടാത്ത സീസണിൽ നമുക്കിതുകൊണ്ട് ചക്കയുടെയോ ചക്കയുടെ അപ്പമോ ചക്കയുടെ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കാം. വളരെ നാൾ കേടാവാതെ ഇരിക്കും. ഇത് ഈർപ്പം ഒട്ടും ഉണ്ടാകാൻ പാടില്ല, നനവോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഈ പാകത്തിലാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതുപോലെ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നനവൊന്നുമില്ലാത്ത ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നമുക്ക് നെയ്യ് പുരട്ടിയിട്ട് നമുക്കതിലേക്ക് ഇട്ട് വയ്ക്കാം. ഇതടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. വളരെ നാൾ കേടാവാതിരിക്കും. നനവുള്ള സ്പൂൺ കൊണ്ടൊന്നും എടുക്കരുത്. നല്ല പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. വിദേശത്തൊക്കെ പോകുന്നവർക്ക് ഇതുപോലെ തയ്യാറാക്കി കൊണ്ടുപോകാം. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്